ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് പ്രതിപാദിക്കുകയൊക്കെ ചെയ്യുകയും അത്തരത്തിൽ ബോധ്യപ്പെടുത്തലിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിലായി ഒരു 2 അപ്ഡേറ്റുകൾ വരുന്നത്. ആ അപ്ഡേറ്റുകൾ നോക്കും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന 2 പേരുടെ പ്രതികരണമാണ്. ഒന്ന് ഒന്ന് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം. അതിൻ്റെ കോണ്ടസ്റ്റ് അമേരിക്കയ്ക്ക് വേണ്ടി 3 പതിറ്റാണ്ട് കാലത്തിലേറെ ഭീകരതയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് വെള്ളവും വളവും നൽകുന്നു എന്ന് സമ്മതിക്കുന്നു. മറ്റൊരു തുറന്ന പ്രശ്നമാണ്, ഒരു കുറ്റസമ്മതമാണ്. മറ്റൊന്ന് ഈ പറയുന്ന വിദേശമന്ത്രിയാണ്, വിദേശകാര്യ മന്ത്രി എന്ന വളരെ ഗൗരവമായ പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. എന്താണ് അവിടെ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ കൊടും ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അവരുടെ ആ ഒരു നിലയിലേക്ക് അവരെ താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു. ഈ 2 പരാമർശങ്ങളെയും താങ്കൾ ഡിന്നി എങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഇത് വളരെ എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയാണ് അവരുടെ ഈ പരാമർശം. അതായത് ഇതൊന്നും എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നുന്നില്ല. കാരണം അങ്ങനെ തന്നെയാണ് പാകിസ്ഥാന്റെ എക്കാലത്തെയും നിലപാട്, എക്കാലത്തെയും സ്റ്റേറ്റ്മെന്റ്സ്. നമുക്കറിയാം, കാർഗിൽ യുദ്ധം നടന്ന സമയത്തും ജനറൽ പർവേസ് മുഷറഫ് അദ്ദേഹം മുഷറഫ് ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അതായത് അവിടെ നമ്മളൊന്നും അല്ല അവിടെ ഈ പോരാട്ടം നടത്തുന്നത് അവിടുത്തെ ആളുകൾ എന്നുള്ള രീതിയിലാണ്. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് അവിടെ ആയിരക്കണക്കിന് പാകിസ്ഥാൻ യൂണിഫോം ഇട്ട സൈനികരാണ് മരിച്ചു വീണതും ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചോട്ടിച്ചതും പാകിസ്ഥാൻ സൈന്യമാണെന്ന് പറഞ്ഞു. സോ ഇത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ് ഏറ്റവും വളരെ അദ്ദേഹം അറിയാതാണെങ്കിലും സത്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്കൈ ന്യൂസിന്റെ ആ ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ സമ്മതിക്കത്തില്ലേ, നിങ്ങളും ഈ ഭീകരവാദത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ ഭീകരവാദം നടക്കുന്നുള്ളത്? അപ്പൊ അദ്ദേഹം പോയിന്റ് ബ്ലാങ്ക് പറയാണ്, അതെ, ഞങ്ങൾ 30 വർഷമായിട്ട് ഈ ഡേർട്ടി ജോബ് US വേണ്ടി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് US ആൻഡ് വെസ്റ്റേൺ കൺട്രീസിന് വേണ്ടി ചെയ്യുന്നു. അതായത് അപ്പൊ അത്രയും നട്ടലില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സോവിയറ്റ് യൂണിയന്റെ അഗേൻസ്റ്റ് ആയിട്ട് ജിഹാദ് ചെയ്തതും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നതും ഈ അമേരിക്കയും റഷ്യയും ഒക്കെ പറഞ്ഞ് അതേപോലെ അനുസരിക്കാനുള്ള ഒരു രാജ്യമാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഒരു രാജ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് പറയുന്നത്, ഞങ്ങൾ ഈ ഡേർട്ടി ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണെന്ന്. ഇനി മറ്റുള്ളവർ അത് അവരുടെ അക്നോളജ് ചെയ്യുമ്പോൾ അതൊരു പക്ഷെ നമുക്കൊരു അത്ഭുതമായി തോന്നുന്നില്ല. കാരണം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെയൊക്കെ തന്നെ ദുർബലാവസ്ഥ അവിടെ സൈന്യമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതൊക്കെയുള്ള ഒരു ഏറ്റുപറച്ചിൽ എന്ന രീതിയിൽ ഒരു പക്ഷേ അവരെ സംബന്ധിച്ചോളം കാലങ്ങളായി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് ഒരു അത്ഭുതം അക്കാര്യത്തിൽ കാണേണ്ടതില്ല. പറഞ്ഞുപോയി. അതെ, പറഞ്ഞു പോയതാണ്. അത് അദ്ദേഹം കുറച്ച് ഓവർ സ്മാർട്ട് ആവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗത്താണ് അത് പറഞ്ഞു പോയത്. കാരണം ഇങ്ങനെ അതിന്റെ ഒരു രീതിയിലേക്ക് അത് വരുമെന്ന് അദ്ദേഹം കരുതി കാണത്തില്ല. തിരിച്ച് ഇത് സ്കൈ ന്യൂസ് ഒക്കെ ആയതുകൊണ്ട് തിരിച്ച് US പുറത്ത് ഇടാനുള്ള ഒരു ശ്രമമാണ് ആ ഡിഫൻസ് മിനിസ്റ്റർ കാണിച്ചത്. കാരണം നമുക്കറിയാം, ഇപ്പൊ US പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇമ്രാൻഖാന്റെ സമയത്ത് അമേരിക്കയാണ് ഇമ്രാൻഖാനെ അവിടുന്ന് മാറ്റുന്ന എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചയും ആ രീതിയിലുള്ള നരേറ്റീവ് ഇമ്രാൻഖാൻ പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ റഷ്യയിൽ പോയ സമയത്താണ് റഷ്യ യുദ്ധം ചെയ്ത് തുടങ്ങി എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ എന്താ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഡിപ്ലോമസിയാണ് നമ്മൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. അതേ ഒരു ഇമ്മച്യൂരിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ കുറച്ചുകൂടെ കടുത്ത ഭാഷ പറയുകയാണെങ്കിൽ ഒരു വിവരമില്ലായ്മ എന്നുള്ള രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് അത്. പക്ഷെ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ഡേർട്ടി ജോബ് നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താലും, നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഒരു ഡിഫൻസ് മിനിസ്റ്റർ, രാജ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ സമ്മതിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചോളം ഇന്നിപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഓൾറെഡി ഫ്രാൻസിന്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് സംസാരിച്ചു. ഇറ്റലി, ജോർഡൻ, US, റഷ്യ ഇവരെല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ, അങ്ങനെ ജപ്പാൻ, ഈ രാജ്യങ്ങളിലെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റുമായിട്ട് ഓൾറെഡി പ്രധാനമന്ത്രി 1-to-1 ആയിട്ട് സംസാരിച്ചു. സോ ഭാരതത്തിന് കിട്ടുന്ന ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് അത് ഒരു 10-20 വർഷം മുമ്പൊന്നും നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഇന്ന് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. പകല് പോലെ വ്യക്തമാണ് ആരാണ് ഈ ഭീകരവാദം നടത്തുന്നത്. ഇപ്പൊ അവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. സോ ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ക്ലൈമറ്റ് ആണ് ഭാരതത്തിന്. അത് ഭാരതം എന്തോ വലിയ ഒരു ശക്തിയായ മാത്രമല്ല, ഈ ഭീകരവാദം ഇന്ന് ലോക രാജ്യങ്ങളിൽ ഒരു ത്രെറ്റാണ്. എല്ലാവർക്കും തലവേദനയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും മടങ്ങിയ ശ്രീ മോഹൻ വർഗീസ്, അപ്പോൾ ഇങ്ങനെ തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പാകിസ്ഥാൻ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് ഇഷാ ഖാന്റെ ഒരു വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം കേട്ടുവല്ലോ. കാരണം ഇവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിളിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഉള്ള നമ്മൾ അതിന് അത്ഭുതമൊന്നും എന്നെ സംബന്ധിച്ചോളം തോന്നുന്നില്ല. കാരണം അവർ തുറന്നു പറഞ്ഞു, ചില നേരത്തെ ഡിന്നി പറഞ്ഞതുപോലെ ചില കോണ്ടസ്റ്റിൽ അക്കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നു എന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാവരും, കാരണം ഇപ്പോൾ 4ാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ നീക്കങ്ങൾ എങ്ങനെ എവിടെ വരെയായി? കാരണം ഇന്നിപ്പോൾ ഭീകരവാദികളുടെ അവരുടെ വീടുകൾ ആക്രമിച്ച് അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു തിരിച്ചടി പ്രാദേശിക ഭരണകൂടം അവിടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പ്രധാനപ്പെട്ട 5 ഭീകരർ അവർ എവിടെയാണുള്ളത്, ഏത് ടെറൈനിലുണ്ട്? അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ വൈകുന്നത്? ഇനി എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നൊക്കെയുള്ള രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ഹൃദയവും ഞരമ്പുകളും ഒക്കെ തിളച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, തീർച്ചയായും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് തുറന്നു പറച്ചിലുകൾ ഉണ്ടായി എന്നത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ പാകിസ്ഥാൻ അത് അനുവദിക്കുന്നു, സമ്മതിക്കുന്നു, അത് ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നന്മ കാണാതെ പോകരുത്. അതൊരു വശം. 2, പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് തെളിയിക്കുന്ന വളരെ വിശ്വസ്തമായ രേഖകൾ ഭാരതം ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്ന രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആക്രമണത്തിൽ പങ്കെടുത്ത 7 ഭീകരരിൽ 2 പേരുടെ പാക് ബന്ധം വ്യക്തമായി സ്ഥിരീകരിക്കാനുള്ള തെളിവുകളായി കഴിഞ്ഞു. ആ 2 പേര് ഇവരൊക്കെയാണ് അലി ഭായ് എന്ന് പറയുന്ന തൽഹ ഭായ്. അദ്ദേഹം പാകിസ്ഥാൻ പൗരനാണ്. അദ്ദേഹത്തിൻ്റെ രേഖാചിത്രം ഭാരതം പുറത്തുവിട്ടു. ഇന്ന് രാവിലെ പുറത്തുവിടുന്നൊരു കാഴ്ച കണ്ടു. രണ്ടാമത്തെ ആൾ ഹാഷിം മൂസ അല്ലെങ്കിൽ സുലൈമാൻ എന്ന് പറയുന്ന അദ്ദേഹം പാകിസ്ഥാൻ സ്വദേശിയാണ്. അവരുടെ എല്ലാം പാകിസ്ഥാനിലെ ഡീറ്റെയിൽസ്, അവരുടെ നമ്പേഴ്സ്, അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമായി നമ്മൾ പുറത്തു വിടുകയാണ്. 2 പേരുടെയും രേഖാചിത്രം. അതിനു പുറമെ ഇന്ത്യൻ പൗരന്മാർ 2 പേര് പാകിസ്ഥാനിൽ പോയി അവിടെ ഭീകര പരിശീലനം ലഭിച്ച് തിരിച്ചെത്തിയതിൻ്റെ ഡീറ്റെയിൽസും ഭാരതത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന കാര്യം. അതിൽ ഒരാൾ ആദിൽ ഹുസൈൻ ആണ്. അനന്തനാഗ് സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രേഖാചിത്രം പുറത്തുവിട്ടു. അതേപോലെ തന്നെ അഫ്സാൻ എന്ന് പറയുന്ന പുൽവാമ സ്വദേശിയുടെ രേഖാചിത്രവും പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നു. പാക് കണക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഭാരതത്തിന് നേരെ നടന്ന ആക്രമണം ഞങ്ങളുടെ ഒത്താശയോടുകൂടിയല്ല. ഒപ്പം തന്നെ ശ്രീ മോഹൻ വർഗീസ്, കാരണം പതിറ്റാണ്ടുകളില്ല ആയിട്ടുള്ള ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ ഇന്ത്യ എടുക്കുന്ന സ്റ്റെപ്പുകൾ അത് എത്രത്തോളം നിർണായകമാണ്? ഇപ്പോൾ 72-ലെ ഷിംല കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊരു പിൻവാക്കം പോകുന്നു അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴും അതുമൂലമുണ്ടാകാവുന്ന നമുക്കറിയാം പാക് ഒക്യുപൈഡ് കാശ്മീർ, LOC, അതിലൊക്കെ ഒരു പക്ഷേ കുറച്ചുകൂടി നമ്മൾ പല സ്റ്റെപ്പുകളും എടുത്തിരുന്നില്ല. അപ്പോൾ എല്ലാ മുൻപൊങ്ങുമില്ലാത്ത ഒരു അസാധാരണ ഘട്ടത്തിലേക്ക് നമ്മൾ വലിയൊരു താക്കീത് നിലയിൽ ഇപ്പോൾ IWT ഇൻഡസ് വാലി ട്രീറ്റി ആയാലും ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് അത് എത്രത്തോളം ദുർബലമാക്കാൻ, ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ നയതന്ത്ര ബോംബിംഗ് എന്ന നിലയിൽ പാകിസ്ഥാൻ ആഘാതമാകുന്നതാണ്. തീർച്ചയായും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ഒരു 4-ഫോൾഡ് സ്ട്രാറ്റജിയാണ്. ഒന്ന്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടുമുള്ള ഈ രാജ്യങ്ങളുടെ തലവന്മാർ, അവരുടെ ഭരണകൂടങ്ങൾ അവരെ കോൺഫിഡൻസിലെടുത്തുകൊണ്ടാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. അവരുടെ നയതന്ത്ര പ്രതിനിധികളെ, ഭാരതത്തിന് ഏതെല്ലാം രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ എംബസിയും ഹൈക്കമ്മീഷനും ഉണ്ടോ അവരെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ സൗത്ത് ബ്ലോക്കിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു തിരക്കിലായിരുന്നു ഭാരതം ഇന്നലെയും ഇന്നുമായി. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ്ക്രീഗാണ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് ഈ സിന്ധു നദിയുടെ ജലകരാർ അബ്രോഗേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കുന്നു. അതിനുള്ള മറുപടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് സിംല കരാർ 1972 സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ സിംലയിൽ വെച്ച് ഒപ്പിട്ട കരാറാണ്. ആ കരാറിലെ വ്യവസ്ഥയാണ് ലൈൻ ഓഫ് കൺട്രോൾ, LOC, ഔപചാരികമായി അംഗീകരിക്കുക എന്നത്. ആ ലൈൻ ഓഫ് കൺട്രോൾ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് LOC എന്ന് പറയുന്നത് മരീചികയായി മാറിയിരിക്കുന്നു, യാതൊരു രീതിയിലും റെലവൻസ് ഇല്ലാതെ മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ അതിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ ഇന്ത്യ ഇനി LOC അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അതിനർത്ഥം എന്താണ് ശ്രീ പ്രജീഷ്? അതിനർത്ഥം പാക് ഓക്യുപൈഡ് കാശ്മീർ പിടിച്ചടക്കാൻ ഭാരതത്തിന് ഇനി മറ്റ് കടമ്പകളൊന്നും തന്നെ ഇല്ല. കാരണം കരാറിനെ മാനിക്കേണ്ട ഒരു ആവശ്യമില്ല. കരാർ പാലിക്കേണ്ട ആവശ്യമില്ല. പാകിസ്ഥാൻ പിൻവാങ്ങി കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമായി ഒരു കരാറും, ഇതൊരു ഉഭയകക്ഷി കരാറാണെന്ന് ഓർക്കണം. സിംല എഗ്രിമെന്റിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ബൈലാറ്ററലിസം, അതായത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ എന്തെല്ലാം തർക്കങ്ങൾ
അതിർത്തി തർക്കം ഉൾപ്പെടെ എന്തെല്ലാം തർക്കങ്ങൾ ഉണ്ടെങ്കിലും അത് പാകിസ്ഥാനും ഇന്ത്യയും മധ്യസ്ഥനില്ലാതെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് സമാധാനമായി പരിഹരിക്കും. ആ ഉറപ്പാണ് കാതലായ ഉറപ്പ്. ആ ഉറപ്പ് ഇന്ന് ലംഘിച്ചു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ പലയാവർത്തി സിംലയുടെ സ്പിരിറ്റ് ലംഘിച്ച് ഇന്ത്യയിൽ അതിക്രമണം നടത്തിയിട്ടുണ്ട്. 99-ലെ ഫുൽ ആക്രമണം, അത് കാർഗിൽ യുദ്ധം, അതിനുശേഷം പല തവണ അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ആ സമയത്തൊന്നും ഇന്ത്യ പ്രതികരിക്കാത്ത രീതിയിൽ രൂക്ഷമായിട്ടാണ് ഇന്ത്യയുടെ നിസ്സഹായരായ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് മറ്റ് വഴികളൊന്നുമില്ല. 65-ലെ യുദ്ധത്തിലും 71-ലെ യുദ്ധത്തിലും 99-ലെ കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യ പരീക്ഷിക്കാത്ത ആ ഒരു ജലബോംബ് ഇന്ത്യ പുറത്തെടുത്തിരിക്കുന്നു. ഇത് ദൂരവ്യാപകമായ ഫലമുണ്ടാക്കാൻ പര്യാപ്തമായ കാര്യമാണെന്ന് ഭാരതത്തിനറിയാം. ഏത് സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ പാകിസ്ഥാന് വേദനിക്കുന്ന, പാകിസ്ഥാൻ്റെ വലിയൊരു വിഭാഗം ജനതയ്ക്ക് നേരിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിക്കുന്ന ആ ജനത തന്നെ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ പ്രക്ഷോഭം നയിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഒരു ബോംബാണ് ഈ ജലബോംബ് എന്ന് പറയുന്നത്. കരാറിലൂടെ സംഭവിക്കുന്നത് എന്താണ്? പാകിസ്ഥാനിലേക്കുള്ള ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഡിന്നി, കേണൽ ഡിന്നി, അതായത് മസ്തകത്തിൽ നോക്കിയാണോ ഇന്ത്യ അടിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ നയതന്ത്ര തലത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ ബലാക്കോട്ട് സംഭവം, പുൽവാമയ്ക്ക് ശേഷമുണ്ടായിരുന്ന ആ കാത്തിരിപ്പ്, പിന്നീട് ഉറിയായാലും പല ഘട്ടങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള സൈനിക നീക്കങ്ങൾ. അപ്പോൾ ഈ സൈനിക നീക്കം സംബന്ധിച്ച് എന്താണ് ഈ ആളുകളെല്ലാം എന്തുകൊണ്ട് വൈകുന്നു? ഇവിടെയാണ് ഈ പറയുന്ന നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ നീചന്മാർ എവിടെ, ഏത് മലമടക്കുകളിലാണ് ഒളിച്ചത്? അവിടേക്ക് നമുക്ക് അവരെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലേ? സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് രാജ്യത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് എല്ലാവരും ഉത്കണ്ഠയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റിന് സമയം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ, അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശയക്കുഴപ്പത്തിന്റെ ഭാഗമായിട്ടാണോ ഡിന്നി ഈ ഫീൽഡിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അറിയാനുള്ളത്? നമുക്ക് ഒരു ആശയക്കുഴപ്പം ഒന്നുമില്ല. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളെ രാജ്യത്തോ നമ്മളെ സൈന്യത്തിനോ നമ്മളെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അങ്ങനെ ഒരു ആശയക്കുഴപ്പവും ഇല്ല എന്നാണ് ആദ്യത്തെ പോയിന്റ്. കാരണം ഇത് ഞാൻ പറയുന്നത് വെറും വാക്കല്ല. ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ തെളിവ്. നമ്മുടെ ട്രാക്ക് റെക്കോർഡ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണ് മുമ്പ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളെ തെളിവ്. അതായത് ബാലക്കോട്ട് ചെയ്തിട്ടുണ്ട്, ഊരി കഴിഞ്ഞ് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, മ്യാൻമാറിൽ ചെയ്തിട്ടുണ്ട്, 1971 പാകിസ്ഥാൻ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ല. കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ അവർ തിരിച്ചോടിച്ചിട്ടുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള ഡിപ്ലോമാറ്റിക്കും മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ഒരു പ്രഷർ നമ്മൾ ചെയ്തു. നമ്മുടെ ഈ ഭീകരവാദ ആക്ഷന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു നടപടി എന്നുള്ള രീതിയിൽ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ സിന്ധു നദി കരാർ കെപ്റ്റ് ഇൻ അബെയൻസ് അല്ലെങ്കിൽ സസ്പെൻഷൻ പറയുന്ന രീതിയിലേക്ക് മാറും. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നമ്മൾ പണ്ടുതൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റി അല്ല. 80% വെള്ളം പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെ അഹങ്കാരം കാണിച്ചിട്ട് ഇത്രയൊക്കെ നമ്മളെ മുറിവ് ഏൽപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ വെള്ളം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞത് വെള്ളവും രക്തവും ഒരിക്കലും ഒരുമിച്ച് ഒഴുകത്തില്ല എന്നുള്ളതിനെ പറഞ്ഞ് തെളിയിക്കുന്നതാണ് ഈ ഒരു സസ്പെൻഷൻ. എനിക്കറിയാം അതിന്റെ കൂടെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം വെള്ളവും നിൽക്കാൻ പോകുന്നില്ല, കാരണം അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ വേണമെല്ലാം. പക്ഷെ ഇതൊരു സ്റ്റാർട്ടാണ്. ഈ സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇത് യുദ്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു. കാരണം നമുക്കെല്ലാം അറിയാം ഇനി വരും ദിവസങ്ങളിൽ ലോകത്തെ എല്ലാ സ്ഥലത്തും വെള്ളത്തിന് ബേസ്ഡുള്ള ഒരു യുദ്ധമൊക്കെ പലരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ. പാകിസ്ഥാൻ ഇതെല്ലാം അങ്കലാപ്പിലേക്ക് പോയിട്ടുണ്ടോ? അങ്കലാപ്പിലാക്കിയിട്ടുണ്ടോ പാകിസ്ഥാനെ? തീർച്ചയായിട്ടും. കാരണം അവിടെ ഓൾറെഡി വെള്ളമില്ല. അവിടെ വെള്ളത്തിന് വേണ്ടി ഇപ്പം പഞ്ചാബ് പ്രൊവിൻസും സിന്ധ് പ്രൊവിൻസും തമ്മിൽ തർക്കവും വലിയ രീതിയിലുള്ള ഒരു ഫ്രിക്ഷൻ നടക്കുകയാണ് ഇപ്പം. അപ്പം ഈ വെള്ളം കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ അതിനെ കുറിച്ചുള്ള നടപടികൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഹോം മിനിസ്റ്റർ ഈ കരാറിനെ കുറിച്ചുള്ള ഒരു ഇനീഷ്യൽ മീറ്റിംഗ് വിളിച്ചു. അപ്പൊ അതിന്റെ ബേസിലായിട്ട് നമ്മൾ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പുകൾ വരുമ്പം തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രശ്നം വരും. ആ വെള്ളം അവർക്ക് ഇപ്പം കിട്ടുന്ന വെള്ളം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വളർച്ച വരും. അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് ധാരാളം പ്രശ്നം വരും. അവിടുത്തെ സാധാരണക്കാർ ചോദിക്കും ഞാൻ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്?
ഞാൻ എന്തിനാണ് ഈ അനുഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ഇനി മടങ്ങിയെത്താം. ഇപ്പോൾ ശരത്ചന്ദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, മുൻ സൈനിക കരസേന ഉപമേധാവി ശ്രീ ശരത്ചന്ദ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേഷൻസ് ബാഹ്യമായി നോക്കുമ്പോൾ എന്താണ്? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് 2 പരാമർശങ്ങളാണ്. ഒന്ന്, ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഭീകരരെ ഞങ്ങൾ പാലൂട്ടി വളർത്തിയിട്ടുണ്ട് എന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വരുന്നു ഒരു ഫോറത്തിൽ. പിന്നീട് എന്താണ് ഈ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ, അവിടുത്തെ ആക്രമണം നടത്തിയ ഭീകരവാദികളെ വെള്ളപൂശി സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് അവിടുത്തെ വിദേശകാര്യമന്ത്രി പരാമർശം നടത്തിയിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റെപ്പുകൾ വൈകുന്നുണ്ടോ? എപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും? അതെപ്പോൾ പ്രതീക്ഷിക്കണം? നമ്മള് മിലിറ്ററി ആക്ഷൻ എന്നെടുക്കുമെന്ന് പബ്ലിക്കിനോട് പറഞ്ഞിട്ടല്ല ഒരിക്കലും ചെയ്യാം. അങ്ങനെ പബ്ലിക് കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കരുത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടിരിക്കുമ്പോൾ ശത്രു ആരും മിലിറ്ററി ആക്ഷൻ എപ്പോഴാവും, എങ്ങനെയാവും, എവിടെയായിരിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടല്ല ഒരിക്കലും ചെയ്യുന്നത്. എന്തായാലും താമസിയാതെ ഉണ്ടാവുമെന്ന് ഹയസ്റ്റ് ലെവൽ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിൽ യാതൊരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, ഡിപ്ലോമാറ്റിക് ലെവലിൽ ശ്രീ ശരത്ചന്ദ് എടുത്തിട്ടിരിക്കുന്ന നമ്മളുടെ നടപടിക്രമങ്ങൾ അത് എത്രത്തോളം പാകിസ്ഥാനെ അങ്കലാപ്പിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് ലെവലിൽ നമ്മൾ ആക്ഷൻ എടുത്തിരിക്കുന്നത്, ഒന്ന്, ലോകരാജ്യങ്ങളെ കാണിക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. ഇവര് ഒരു ഫൗണ്ടൻ ഹെഡ് ഓഫ് ടെറർ ആണെന്ന് എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ G20 രാജ്യങ്ങളുടെ എല്ലാ പ്രതിനിധികളെയും ബ്രീഫ് ചെയ്തു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അതിന് പുറമെ ഇങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് സ്റ്റെപ്സ് ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഒരു പൂർ ലൈനിൽ തന്നെ കാണിക്കും. ഒന്ന്. രണ്ടാമത്തത്, ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് വളരെ വളരെ വലിയ കാര്യമാണ്. അത് നമ്മൾ ഉടനെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ തന്നെയും ഇതൊരു പെർമനന്റ് ത്രെറ്റ് ആയിട്ട് അവർ എന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ എടുത്തിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം വളരെ നല്ല നല്ല സ്റ്റെപ്സ് ആണ്. ഇതിൽ പാകിസ്ഥാൻ അണ്ടർ പ്രഷർ വരും. ഇതിന്റെ പുറമെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കവേർട്ട് ഓപ്പറേഷൻസും റൂൾ ഔട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബോർഡറിന് മാത്രമല്ല, അല്ലാതെയും നമ്മൾ അവരെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് ഇന്ത്യ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ശരത്ചന്ദ്. കരസേന മുൻ ഉപമേധാവിയാണ് പ്രതികരിച്ചപ്പോൾ. കാത്തിരിക്കണം, ക്ഷമയോടുകൂടി രാജ്യം കാത്തിരിക്കണം. കനത്ത ഒരു തിരിച്ചടി നൽകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് ശ്രീ മോഹൻ വർഗീസ് നേരത്തെ കേണൽ ഡിന്നിയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആശയക്കുഴപ്പമോ മറ്റോ ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു സമയം വളരെ പ്രധാനമാണ്. നമുക്കറിയാം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വീകരിക്കാൻ മടിച്ച നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ പോലും, അല്ലെങ്കിൽ അത് തിരിച്ചടി, അല്ലെങ്കിൽ ആയുധങ്ങൾ, താക്കോൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സൈനിക തലത്തിൽ ക്ഷമിക്കണം, ക്ഷമ വേണം. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ ഇന്നിപ്പോൾ ചില ഇടങ്ങളിൽ നിന്നൊക്കെ അവരുടെ ആണവായുധത്തെക്കുറിച്ചുകൂടി ഓർമ്മപ്പെടുത്തൽ പല ഇടങ്ങളിൽ നിന്നും പല ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് എന്താണ്, ഈ ഭീകരരുമായുള്ള ബന്ധത്തെക്കുറിച്ച് പല മുൻ സൈനികർ, ഇപ്പോൾ സൈനിക തലത്തിൽ വലിയ പൊസിഷൻസ് വഹിക്കുന്ന ആളുകളും ഈ കസൂരിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ, അപ്പോൾ ഭീകരതയുമായി എത്രത്തോളം ഇടകലർന്ന് ഇഴചേർന്ന് കിടക്കുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത്. അപ്പോൾ അവർക്ക് എന്തും ഇല്ല, അന്തമില്ലാത്തവൻ പറയുമ്പോൾ ലക്കിന് ലഗാനമില്ലാത്ത ഒരു പോക്ക് നടക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഏത് രീതിയിലും പ്രതികരിക്കാം. അപ്പോൾ ഇന്ത്യ വളരെ ഒരു ടാക്റ്റിക്കായിട്ടുള്ള ഒരു നീക്കങ്ങൾ, അത് തീർച്ചയായും വരച്ച് കുറിച്ച് തന്നെ പോകണം. അല്ലാതെ പെട്ടെന്നൊരിടത്ത് വൈകാരികമായിട്ട് എല്ലാവർക്കും അറിയാം, ഉള്ളിലേക്ക് നമുക്ക് നഷ്ടങ്ങൾ ഏറെയായിരുന്നു. അത് പതിറ്റാണ്ടുകളായിട്ടുള്ള നഷ്ടങ്ങളാണ്. ഓരോ നഷ്ടങ്ങളും എത്രയോ കുടുംബങ്ങളെ അനാഥമാക്കുന്നു. അതിലൊന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുത്രനാണ്, അവിടുത്തെ കുടുംബവും അനാഥമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചോളം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ഞരമ്പുകൾ തിളക്കിയ സ്വാഭാവികമാണ്. പക്ഷേ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അവിടുത്തെ സൈനിക നടപടികളെ സംബന്ധിച്ച് ഒരു സാവകാശം വേണ്ടി വരും എന്നാണോ താങ്കളും കരുതുന്നത് ശ്രീ മോഹൻ വർഗീസ്? തീർച്ചയായും ശ്രീ ബ്രജീഷ്, സാവകാശമുള്ള, ചിന്തിച്ച് ഉറപ്പിച്ച് ആലോചിച്ച് എന്നാൽ ദൃഢമായ റെസ്പോൺസ് എന്നതാണ് ഇന്ത്യയുടെ നയം. നോക്കൂ, 2 വ്യത്യസ്തമായ ഓപ്പറേഷണൽ ഡൈനമിക്സ് ആണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അവിടെ
ഭരണകക്ഷി അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോഴും പ്രതിപക്ഷത്തെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം സർവകക്ഷി മീറ്റിംഗ് കൂടി വേണ്ട വിമർശനങ്ങൾ കേട്ടു, കാര്യങ്ങൾ ബോധിപ്പിച്ചു, എല്ലാ കക്ഷികളെയും ഒരുമിച്ചെടുത്തു. അതിനുശേഷം നയതന്ത്രപരമായി വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവരോട് കാര്യം സംബന്ധിച്ചു. ഇതെല്ലാം ചെയ്യുന്ന സുതാര്യമായ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് ആണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ പാകിസ്ഥാൻ നോക്കൂ, പാകിസ്ഥാൻ ഇസ് ഓൾമോസ്റ്റ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. അവിടെ സൈന്യം ഒരു വശത്ത്, അതാണ് സൈന്യത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലോ അതിപ്പോൾ നിലവിലുള്ളത് അസിം മുനീറിൻ്റെ കയ്യിലാണ്. അസിം മുനീർ ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുന്ന ഒരാളാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ചിന്തകളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ISI ബന്ധം, അത് തീർച്ചയായിട്ടും സീക്രട്ട് സർവീസാണ്, ആർമി അവരുമായിട്ട് ഇടപെട്ടെങ്കിലേ പറ്റൂ. പക്ഷേ ISIയും പാക് ആർമിയും അതുപോലെ ലഷ്കർ ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദും എല്ലാം തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഉൾപ്പെടെയുള്ള ട്രെയിനിങ് ക്യാമ്പിലും റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പുകളിലും ഇദ്ദേഹം പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അതിനുള്ള തെളിവുകളും ഭാരതത്തിൻ്റെ കൈവശമുണ്ട്. പാകിസ്ഥാൻ്റെ ജനറൽ, മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഈ ആക്രമണം നടന്ന പഹൽഗാം ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ലോകത്തോടായി പറഞ്ഞ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, കാശ്മീർ ഞങ്ങളുടെ ജീവനാഡിയാണ്, അത് ഞങ്ങളുടെ വസ്തുവാണ്, അത് ഞങ്ങൾ എടുക്കും എന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായി. അപ്പോൾ രാജ്യത്തെ ഉദ്യോഗിപ്പിച്ച് നിർത്തുന്നതിന് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഇന്ത്യക്ക് മറ്റൊന്നും തെളിയിക്കേണ്ടതില്ല, ഇന്ത്യ കൺസോളിഡേറ്റഡ് ആണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സൈനിക വിന്യാസം അതിർത്തിയിലുണ്ട്. നമ്മുടെ നാവികസേന വലിയ രീതിയിലുള്ള അഭ്യാസങ്ങളിലേക്ക്, മെനൂവറിലേക്ക് നീങ്ങുന്നു. നമ്മളിപ്പം INS സൂററ്റിൽ നിന്നും മിസൈലുകൾ 70 കിലോമീറ്റർ ദൂരമുള്ള പുതിയ മിസൈലുകൾ, സാം മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഇപ്പോൾ ഉൾക്കടലിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ, അതുപോലെ ഒരു ഇന്ത്യയുടെ ചില സ്ക്വാഡ്രൺസിനോ ഈ സുഖോയ് വിമാനങ്ങളുടെയും അതുപോലെ മറ്റ് വിമാനങ്ങളുടെ എല്ലാം തന്നെ റഫാൽ വിമാനങ്ങളുടെ എല്ലാം സ്ക്വാഡ്രണുകൾ അതിർത്തിയിൽ വിന്യസിക്കപ്പെടുകയാണ്. എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സൈനികമായും രാഷ്ട്രീയമായും മാനസികമായും തയ്യാറെടുപ്പിലാണ്. ആ തയ്യാറെടുപ്പുകളൊന്നുമില്ല, ഇന്ത്യ വിരോധത്തിൽ മാത്രം തഴച്ചു വളരുന്ന ഒരു മനോഭാവം മാത്രമാണ് പാകിസ്ഥാൻ. അവരുടെ തയ്യാറെടുപ്പുകൾക്ക് ഒരു അമൂർത്ത രൂപമാണുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ കേണൽ ഡിന്നി. ഒപ്പം മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്, ഒപ്പം നേരത്തെ ശരത്ചന്ദ്രൻ ഇപ്പോഴും നിലവിലെ നീക്കങ്ങൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഏതായാലും നമ്മുടെ രാജ്യത്തിനേറ്റ കനത്ത മുറിവാണ്, അത് ഉണങ്ങാൻ സാവകാശമെടുക്കും. അപ്പോൾ കരുതലോടെയുള്ള ഒരു നീക്കമാണ് വേണ്ടത്. എല്ലാ തരത്തിലും നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക, പാകിസ്ഥാനെ സൈനികമായി തിരിച്ചടി നൽകുക, ഭീകരത എന്ന മതഭീകരത എന്ന ആ വൈറസിനെ, വിപത്തിനെ തുടച്ചു നീക്കുക. നമ്മുടെ രാജ്യം ശാന്തിയിലേക്ക്, പഴയതുപോലെ തന്നെ ഇടക്കാലത്ത് കശ്മീരിൽ കണ്ട ആ ശാന്തിയിലേക്ക്, കൂടുതൽ ശാന്തിയിലേക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ ഭരണകൂടത്തോടാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തോട് ഉള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ കാത്തിരിക്കാം. സൈനിക നീക്കത്തിലൊക്കെ തന്നെ കാലതാമസം ഇല്ലാത്ത തിരിച്ചടികൾ പ്രതീക്ഷിക്കാം.